ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ വാഴട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നൊരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. സമ്പൽ സമൃദ്ധിയാൽ യേശു വരാൻ നിറയ്ക്കട്ടെ. നമ്മൾ ഈ വചനം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പണ്ടിങ്ങനെ ഞാൻ ഓർക്കോട്ടെ, ഇപ്പം എനിക്ക് ഇച്ചിരി കുറഞ്ഞ തീഷ്ണത. ഈ വചനം എപ്പോഴും ചൊല്ലുക. നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ മാനസിക ബുദ്ധിമുട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വചനം ചൊല്ലുവാർന്നേ. എൻ്റെ ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന വചനത്തിൽ ബൈബിളിൽ കിടക്കണം. പക്ഷെ ഞാൻ എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും, മാറ്റിത്തരും. ആമീൻ ആമീൻ. അപ്പോൾ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ആ പ്രശ്നം പരിഹരിക്കണേ. നമ്മളൊക്കെ ഒരു രാജാവിൻ്റെ മുമ്പിൽ കൈ നീട്ടിച്ചെന്ന രാജാവ് ഒരു കിരിയ കൊടുക്കണേ. നമ്മുടെ മുമ്പിലോ 1 രൂപയോ 10 രൂപയോ അങ്ങനെയൊക്കെയല്ല നമ്മൾ കൊടുക്കണേ. അപ്പം അങ്ങനെയല്ല. അപ്പം ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരും. മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി മാറ്റിത്തരും. ഈ വചനം വായിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടത് അതിൻ്റെ മുമ്പിലേക്ക് വായിക്കാൻ. പുറകിൽ നമ്മൾ ഈ വചനത്തിൻ്റെ പുറകിലേ അതെപ്പോഴും അപ്പോസ്തലനായ പൗലോസ് സഭേനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദശാംശവും പൈസയൊക്കെ സഭയിലേക്ക് കൊടുത്തപ്പോൾ നമ്മളപ്പോൾ ഒരു ചാരിറ്റിയോ ദശാംശമോ വഴിപാടൊക്കെ കൊടുക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹം. അപ്പോൾ ദൈവം നമ്മളെ ഇങ്ങനെ അനുഗ്രഹിക്കും. അപ്പോൾ ഇന്നത്തെ ഗീവ് അവേ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണം. അതിൻ്റെ ഞെരക്കെടുത്തിട്ടില്ല. ഇതൊക്കെ വീഡിയോ കുറേ പിടിച്ചു വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഞെരക്കെടുക്കാം. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിമനോഹരമായ വീഡിയോ ഇന്നത്തെ രേവതി ഗോൾഡൻ ഡയമണ്ട്സും നോക്കണേ. അതിന് ഡയമണ്ട് റിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ബ്യൂട്ടി പാർലർ 25% ഓഫുണ്ട്. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ലിനൻ്റെ ഒരു സെറ്റാട്ടോ, കുർത്തയാട്ടോ. ലിനൻ മെറ്റീരിയൽ നമ്മൾ ആദ്യമായിട്ടാട്ടോ കാണിക്കണേ. ലിനൻ മെറ്റീരിയൽ സൂപ്പറാട്ടോ. ഈ മെറ്റീരിയൽ ലിനനിൽ അതിൽ ഗുണം എന്ന് വെച്ചാൽ കയ്യിലുണ്ട്. നല്ലൊരു ഫങ്ഷൻ വെയർ സംഭവം ആട്ടോ. നല്ലൊരു ഫങ്ഷൻ വെയർ ആണ്. ബോട്ട ഇങ്ങനെ വിലയുണ്ട് കേട്ടോ. ലിനൻ ആയത് കാരണം ടോപ്പും ബോട്ടവും സെയിം മെറ്റീരിയലാണ്. ലിനൻ ആയത് കാരണം വിലയുണ്ട്. എത്ര? 2399 ആട്ടോ വില. 2 സൈഡിലും പോക്കറ്റും ഉണ്ട്. എലൈനാണ്, പക്ഷെ സൈഡ് ഓപ്പൺ ആട്ടോ. എലയും വന്നിട്ട് സൈഡിൽ ഓപ്പൺ ഉണ്ട്. നമ്മളിതൊരു ഒരു ടാനിയക്കുട്ടി ഇതിട്ടുള്ള വീഡിയോയും നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ റീൽസും ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും കാണിക്കാൻ പറ്റില്ലേ, ഫോട്ടോ ഇത് ആഡ് ചെയ്യാൻ പറ്റില്ലേ വലിയ ഇതിൽ. അപ്പോൾ ഇനി അടുത്ത സെറ്റ് സൈഡ് ഓപ്പൺ ആണോ? സൈഡ് ഓപ്പൺ. ലൈനിങ് ഇല്ല കേട്ടോ. ഈ ബോംബെ കുർത്തയ്ക്കൊന്നും ലൈനിങ് ഇല്ല. പക്ഷെ നല്ല കഴുത്താട്ടോ. കോളറും വീയും ഇങ്ങനെ പീസ് വെച്ചിട്ട് അതിൽ വർക്ക് വെച്ചിട്ടുണ്ട്. കൈയുടെ അരികത്തും ആ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ടോപ്പും ബോട്ടോ ഷോളൂടെ ആട്ടോ. അപ്പം നമുക്ക് ദൈവകൃപയാൽ ഇത് ഭയങ്കര മൂവിങ് ആട്ടോ. ഇപ്പോൾ ബോട്ട് അന്വേഷിച്ച് നടക്കണ്ട. ടോപ്പും ബോട്ടോ ഷോളൂടെ 1599. മീഡിയം തൊട്ട് 3X വരെ 1599 ആണ്. നല്ല സെറ്റാണ്. മൽക്കോട്ടൺ, കൂടിയ കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇടാനും ഭയങ്കര ചൂടത്ത് അങ്ങനെ ഇതൊന്നുമില്ല, ലൈനിങ്ങും ഒന്നുമില്ല, കനയില്ല. നല്ല സൂപ്പർ സംഭവമാണ്. ഷോള് പ്യുർ കോട്ടൺ ആണ്. ഇപ്പം ഒരു കോട്ടൺ ആണ് ഫാഷൻ. റണ്ണിങ് മെറ്റീരിയൽ വിറ്റാലും ഇതൊക്കെയാണ്, കോട്ടനാണ് ഇപ്പം ട്രെൻഡ്. ഇനി ഇപ്പോഴത്തെ അതികഠിനമായ ചൂടിൻ്റെ ആണോ അതോ കോട്ടൺ ക്രേസിലേക്ക് ആൾക്കാർ തിരിഞ്ഞോ, കേരളത്തിൻ്റെ തനിമയിലേക്ക്? ഇത് ഭയങ്കര രസമുള്ള ഒരു യോക്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി, കൈയുടെ അരികത്ത് എംബ്രോയ്ഡറി. നല്ലൊരു സെറ്റ് കേട്ടോ. നല്ലൊരു സെറ്റ്. ഷോളില്ല കേട്ടോ. ടോപ്പും ബോട്ടവും മാത്രം 1499 ആണ്. 14 മീഡിയം തൊട്ട് 3X വരെയുണ്ട്. കോളറാണ്. നിങ്ങൾ ചാടി എടുത്തോട്ടോ. ഇതൊക്കെ വെബ്സൈറ്റിൽ തന്നെ പോയി തീരും. വെബ്സൈറ്റിൽ എടുക്കാൻ അറിയാവുന്നൊരു വെബ്സൈറ്റിൽ എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ 4 പേര് ഉണ്ട്. നിങ്ങൾ വാട്സപ്പ് കോൾ വിളിക്കുക.
10 മണി മുതൽ 6 മണി വരെ. വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ. നല്ല രസം. ഈ ബ്രിക്ക് കളറ് ഇത് ഭയങ്കര ഇപ്പോഴത്തെ ട്രെൻഡി കളറാട്ടോ. ഇതിങ്ങനെ ഭയങ്കര ഫാഷൻ കളറാണ്. നല്ലൊരു സൂപ്പർ നല്ല കോട്ടണിലാണ്. ഇത് ഇനി വീയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് യോക്കിൽ ഇങ്ങനെ വർക്ക് ലൈനിങ് ഒന്നുമില്ല കേട്ടോ. എല്ലാം നമ്മുടെ ബോംബെ കുർത്തയാണ്. നമുക്കിപ്പോൾ ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമായത് കാരണം നമ്മളിപ്പോൾ അധികവും ഇത് കൊണ്ടുപോകുന്നത്. ഏത് വിറ്റ് പോകണോ അതല്ലേ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണേ. 1499 ആണ്. മീഡിയം തൊട്ട് XXL വരെ 1499 വരെയുള്ളൂ. ബോട്ടത്തിലാണത്. ടോപ്പിൻ്റെ കയ്യിലെ ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ. കൈ എവിടെ പോയി? ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ഇടാനൊക്കെ സുഖമാണ്. ഇപ്പം ഫങ്ഷൻ നമ്മുടെ അല്ലാത്ത ഇങ്ങനെ അപ്പടി ഇതാ പോണേ. ഫങ്ഷൻ വെയറിനാണ് ഇപ്പോൾ നമുക്ക് അധികവും ചുരിദാർ വിറ്റ് പോണേ. ഫങ്ഷൻ വെയറിന് എങ്ങനെ ഗ്ലോയുള്ളോ അങ്ങനെയൊക്കെ എടുക്കണുള്ളൂ. ബാക്കി ഇതെല്ലാവരും ഇപ്പം ഇത് ഇടുമ്പോഴും ഒരു വെറൈറ്റി ലുക്കാട്ടോ. ശരിക്കും നല്ലൊരു ഓർഡിനറിനേക്കാളൊക്കെ ഒരു നല്ല ലുക്കാണ് അല്ലേ? എല്ലാവരും ഇട്ടിട്ടൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇപ്പോൾ കോട്ടനാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ലിനൻ വന്നപ്പോൾ ലിനൻ ട്രെൻഡാന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഫങ്ഷനും കോട്ടൺ ഇട്ടാൽ ഒരു കുഴപ്പമില്ല. പണ്ട് ഞാനിങ്ങനെ ഒരു സാരിക്ക് കരയോ ആട്ടെ. പണ്ട് സാരിയൊക്കെ എടുത്തു തരാൻ പറഞ്ഞാൽ വല്ലവരും തരുമോ? ബിന്നി സിൽക്ക് ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ കറിയും. അപ്പോൾ എൻ്റെ ആൻറ്റി അമ്മയുടെ എനിക്ക് ഒരു ബുദ്ധിജീവി ആട്ടോ അല്ലിയാൻറ്റി. അപ്പോൾ അല്ലിയാൻറ്റി ഇങ്ങനെ പറയും, അതായത് നീ കോട്ടൺ സാരി ഉടുത്തുപ്പോ. എല്ലാവരും കാഞ്ചീപുരം അല്ലാത്ത ഉടുക്കുമ്പോൾ ഒരു കോട്ടൺ സാരി ഒന്ന് എടുത്തു. അപ്പോൾ എല്ലാവരും നിന്നെ ശ്രദ്ധിക്കും. ആ കൊച്ചെന്ത് സിമ്പിളാണ് കപ്പിൾ ചെയ്ത് കേട്ടാൽ ഞാൻ അന്നേരം അലർച്ചയ്ക്ക് ഇച്ചിരൂടെ ആക്കം കൂട്ടിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് തന്നു. എൻ്റെ പൊന്നെ, പണ്ട് എന്തോരം കരഞ്ഞ ഉരുണ്ടൊക്കെ കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് ഇപ്പോഴെങ്കിൽ ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞ ആർക്കും വേണ്ട. ഇത് മൊഡാലാട്ടോ. സെമി മൊഡാലായിരിക്കൂലേ? അത് പ്യൂർ മൊഡാലാണോ? എന്നിട്ടൊരു ഇപ്പം ഞാൻ ഇട്ടേക്കണേ കൂട്ട് മൊഡാലാന്ന് തോന്നുന്നു അല്ലേ? കോട്ടൺ മൊഡാല് പോലെ ഈ സൈസ്. ഇത് കണ്ട മൊഡാലാന്നാലും പറയില്ല. ആദ്യം വന്ന മൊഡാല 2000 സംതിങ് അല്ല 2700 അങ്ങനെ ഏതാണ്ടുള്ള എൻ്റെ മൊഡാലിൻ്റെ ഇതാ ഒരു സെറ്റ് വിറ്റു എന്ന് പറയാം. എല്ലാവരും ഇതിപ്പോൾ ഇന്നിട്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചു. ഇത് കോട്ടനാണോ? മൊഡാലിൻ്റെ വന്നത് ഇതല്ലേ? ഇതെന്നെ വില? അയ്യോ എന്നാൽ ഇതല്ല, സോറി. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു മൊഡാലിൻ്റെ പ്രിൻ്റ് പടം ഞാനോർത്ത് ഇനി ഇതല്ല അതല്ലേ? അയ്യോ മൊഡാലിൻ്റെ വന്നിട്ടുണ്ട്, ഒത്തിരി വന്നിട്ടുണ്ട്. എല്ലാം കൂടി എടുത്ത് വെച്ചില്ല വീഡിയോക്ക്. ഞാനോർത്ത് മൊഡാലായിരിക്കും. കൈ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഞെറിവുണ്ട്, പടിയുണ്ട്. ഇതൊക്കെ പുതിയ ട്രെൻഡിലാണ്. ബോട്ടം ബേജ് കളർ ബോട്ടാട്ടോ. ഫ്രണ്ടിൽ പടിയും ബാക്ക് എലാസ്റ്റിക്കുമാണ്. ഇപ്പം ബോട്ടം ഇങ്ങനെ ഇച്ചിരി പാരൽ ബോട്ടവും പാട്ടിയാലൊക്കെയാണ് ഫാഷൻ എന്ന് തോന്നുന്നു അല്ലേ? 1299. ഇന്നലെ എൻ്റെ ചുരിദാർ അടിക്കാൻ കൊടുത്തിട്ട് ഞാൻ ബോട്ടം ലൂസിൽ അടിച്ചു തരാൻ പറഞ്ഞു. ഓരോ ഫാഷൻ വരുമ്പോൾ നമ്മൾ അപ്ഡേഷൻ നോക്കിയില്ലെങ്കിൽ ഭയങ്കര നമ്മുടെ പഴയ ചുരിദാറാന്ന് നോക്കും. മീഡിയം തൊട്ട് XXL വരെ 1299 ഉള്ളൂ കേട്ടോ. ഇത് ഇപ്പം മൊഡാലെന്ത് നമ്മുടെ അതെടുത്ത് വെച്ചില്ല അല്ലേ? ഇത് ഭയങ്കര രസമാട്ടോ. ഇതൊക്കെ ഇട്ടാൽ കൊച്ചിനെ കൊണ്ട് വീഡിയോ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇന്നത്തെ കുർത്ത ഒത്തിരി അടിപൊളി കുർത്ത കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ? കോളറും മീയും വന്നിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തേക്കണോ. ബോട്ട ഇങ്ങനെ സൂപ്പർ സംഭവം. ഇതിനും വില ഇത്രയേ ഉള്ളൂ അല്ലേ? 1299 ആട്ടോ. ഷോളില്ല, നല്ല പ്യുവർ കോട്ടൺ ആട്ടോ. സൂപ്പറാണ്. ലൈനിങ് ഒന്നിനും ഇല്ല കേട്ടോ. സൈഡ് ഓപ്പൺ അല്ലേ? സൈഡ് ഓപ്പണുമാണ്. 1299 വിലയുള്ളൂ. അതിൻ്റെ കളർ ചേഞ്ചുകളാട്ടോ. പെട്ടെന്ന് തീരും കേട്ടോ ഇതൊക്കെ. പെട്ടെന്ന് തീരും, നിങ്ങളെടുത്തോ പെട്ടെന്ന് തീരും. 1299 ഉള്ളൂ. ബാക്ക് ഇങ്ങനെ ഓഫീസ് യൂസും അല്ലാണ്ടൊക്കെ നല്ല സൂപ്പർ സംഭവം. ഗ്രാൻഡ് ലുക്കാണ്.
ഇത് കാന്താ കോട്ടൺ, ബാക്ക് ഫിൻഡക്ക് ഇല്ല കേട്ടോ. ഏലൈനാ അല്ലേ, സ്ലിറ്റില്ലല്ലോ, ഏലൈനാണ്. ഷോളില്ലോ, ഏലൈനാണ്, സിമ്പിളാണ്. പാൻറ് ചുറ്റും എലാസ്റ്റിക്കാണ്. വേണമെങ്കിൽ വണ്ണം കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാനൊരു വള്ളി വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടാനും കുറയ്ക്കാനാണോ? പോക്കറ്റ് ഉണ്ടല്ലേ. ബോംബെ കുർത്തയ്ക്കൊക്കെ പോക്കറ്റ് ഉണ്ട്. പണ്ട് ഞങ്ങളുടെ ഒരു കസിൻ വരുമായിരുന്നു ബോംബെന്ന്. ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിന് പോക്കറ്റ് വേണം. ഇവിടെ ആണെങ്കിൽ പോക്കറ്റ് വെച്ച് തയ്ക്കുമ്പോൾ അത്ര പെർഫെക്ഷനും വരില്ല. എൻ്റെ പൊന്നെ കഷ്ടപ്പെട്ട് പറഞ്ഞു, 2 സൈഡും പോക്കറ്റ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് പോക്കറ്റായിട്ട് കൈയിട്ടിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് താഴ്ത്തും. അതെ, വലിയ പോക്കറ്റാട്ടോ. മൊബൈലൊക്കെ ഇടാവേ. 1399 ഉള്ളൂ കേട്ടോ. നല്ല സെറ്റാട്ടോ. മീഡിയം തൊട്ട് 3XL വരെയുണ്ട്. 1399 പെട്ടെന്ന് എടുത്തോ. മീഡിയം തൊട്ട് 3XL വരെയുണ്ട്. അതൊക്കെ നല്ല സ്റ്റൈലാണ്. 1399 ഉള്ളൂ. ബോട്ടെ പലാസോ പാൻ്റ് ആയത് കാരണം മിക്കവാർക്കും കാലിലും മണ്ണുകൊണ്ടേലും പാകാവും കേട്ടോ. ബോട്ടെ ഇപ്പം ഇങ്ങനെ ഈ ലൂസ് പാൻറ്, ഇത് പലാസോ ഒന്നുമല്ല, പാരൽ പാൻ്റ് ആയാലും ഇങ്ങനെ ഇച്ചിരി ലൂസ് ആയത് കാരണം മിക്കവർക്കും തികയും. 1399 ഉള്ളൂ. ഇതിൻ്റെ തന്നെ കളേഴ്സാണ് ഇതെല്ലാം. അതിൻ്റെ തന്നെ കളേഴ്സാണ്. അപ്പോൾ നല്ല പാറ്റേണുമാണ്, നല്ല തയ്യലുമാണ്. 1399. തുണി കനമേ ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും ഏറ്റവും അധികം ആൾക്കാർ കംഫേർട്ടാണ്, ഇങ്ങനെ കനമെന്നുള്ളതൊന്നും വേണ്ട. ഇത് നല്ലൊരു ക്രേപ്പ് ഷോളാണ്. റേറ്റ് 350 ഉള്ളൂ കേട്ടോ. ഇത് നല്ല ഇത് ഇങ്ങനെ സീക്വൻസ് വർക്കുണ്ട്. ഒറിജിനൽ ക്രേപ്പിൻ്റെ ഷോളാട്ടോ. ഒറിജിനൽ 350. ഉള്ളൂ. അടിപൊളി അടിപൊളി സംഭവമാണ്. ഗ്രീൻ, ബ്രൗൺ, ഒരു പിന്നെ ബ്രൗണോ, ആഷ്. അതെ, വീഡിയോയിൽ കണ്ടത് ഓർത്തുകൊണ്ടിരിക്കാണ്ട് ഇവിടെ വരുമ്പോൾ ഫ്രീ ആയിട്ട് മനസ്സുമായിട്ട് വരുമ്പോൾ ഒത്തിരി സെറ്റ് കിട്ടും കേട്ടോ. താഴെ കിട്ടിയില്ലെങ്കിൽ വീഡിയോ പിടിക്കാനുള്ളത് വരെ വെച്ച് എടുത്ത് തരും. അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടാൽ വന്നെങ്കിൽ സ്ക്രീൻഷോട്ടും കൊണ്ട് വന്നിട്ടോ. മുന്തിരി കളറ്, മെറൂൺ, ടീൽ ഗ്രീൻ. ടീൽ ഗ്രീനോ ബ്ലൂവോ? ടീൽ ബ്ലൂവോ? ചുമ്മാ ടീൽ ഗ്രീൻ എന്ന് പറയാം. എന്നിട്ട് ആൾക്കാർ പറയാം എനിക്ക് കളർ അറിയാൻ പാടും. എവളുമാരെന്നെ വഴി തെറ്റിക്കുമെന്ന് വല്ലതും അറിയണ്ടോ? അതെ, എന്നാ രേവതി ഗോൾഡ് സ്കീമിൽ കൂടുക. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഇത്രയും ഇങ്ങനെ പറയണല്ലേ. അപ്പോൾ വില കൂടും എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മൾ കട തുടങ്ങിയതിനേക്കാളും എത്ര 1100, 200 ഒക്കെ ഗ്രാമിന് വരെ കൂടി. അപ്പോൾ ഈ കടയിലെ പിള്ളേരോട് ദൂരം പറഞ്ഞു സ്വർണ്ണം എടുക്കെന്ന്, ആരും എടുത്തില്ല. അപ്പോൾ വില കൂടിയപ്പം ഇപ്പം എന്ത് ചെയ്യാം, ഇനിയും കൂടും. അപ്പോൾ നമ്മളപ്പം ഇപ്പം നാട് ഓടുമ്പോൾ നടുവി ഓടണം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണ്ണത്തിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കടയിൽ എന്തുമാത്രം സെലക്ട് ചെയ്ത് എത്ര വെറൈറ്റി ഐറ്റം വന്നേക്കണമെന്ന് അറിയാമോ? അപ്പോൾ നിങ്ങൾ സ്കീമിൽ കൂടുക, അതിനൊക്കെ പങ്കാളികളാകുക, നല്ല ഓർണമെൻറ്റ്സ് എടുക്കാം. മിനിമം 1000 റുപ്പീസ് മുതൽ നമുക്ക് സ്കീമിൽ കൂടാന്നേ. കയ്യിലുള്ളതനുസരിച്ച് 11 മാസം ഇടണമെന്നുള്ളൂ. അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ വിശദ വിവരം പറയും. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ നിങ്ങൾ കൂടണ്ട. നിങ്ങൾക്കൊരു ബെനിഫിറ്റും കിട്ടിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ ഒരു പ്രാവശ്യം നിർബന്ധിക്കുകയുള്ളൂ. നമ്മളെല്ലാ കാര്യവും ഒരു പ്രാവശ്യം. പിന്നെ അവർക്കത് കംഫോർട്ടായി അവർക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ, ഞാനങ്ങനെയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാൻ കൂടും. പിന്നെ അതെനിക്ക് അനുഗ്രഹമാണെങ്കിൽ ഞാനത് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ മതി നിങ്ങളും.
അപ്പോൾ പ്രാവശ്യം ഒന്ന് കൂടുക. അതൊരു ഹെൽപ്പായിട്ട് യേശുമ്പരാൻ നിങ്ങൾക്ക് അതിനുള്ള സമൃദ്ധി തരും, അത് കൂടാനൊക്കെയുള്ള. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.